ഹായ് ഫ്രണ്ട്സ്, കേരള എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എടക്കരയിലുള്ള ഫൈസൽ ബാബുവിന്റെ വീട്ടിലാണ്. ഇവിടെ കുറെ ഫാൻസി പ്രാവുകളുണ്ട്. അപ്പൊ നമുക്ക് ഇവരെ പ്രാവിനൊക്കെ പരിചയപ്പെടാൻ അടിപൊളി പ്രാക്കളുണ്ട് ഇവിടെ. നല്ല ഗാഡിറ്റാനോ, അതുപോലെ തന്നെ മാപ്പി പൗഡർ. അപ്പൊ നമുക്ക് ഓരോരോ പ്രാവുകളായിട്ട് പരിചയപ്പെടാം. ഇതാണ് ഫൈസൽ ബാബു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് മാപ്പി പൗഡറാണ്. നമ്മളെ ബാബുക്കാൻ്റെ മാപ്പി പൗഡറാണത്. ബ്ലൂ മാപ്പി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കറക്റ്റ് മാർക്കിംഗ് ആണ് ഇവർ. ബ്ലൂ മാപ്പി. അടുത്തതൊന്ന് നോക്കാം ഏതാണെന്ന്. ഇത് ഷീൽഡ് കോപ്പർ എന്നറിയുന്ന പൗഡറാണ്. ഷീൽഡ് കോപ്പർ റെഡ് കളറാണ്. ഇവരെ ഈ കയ്യുമ്മല്ല റെഡാണ് ഇവരെ മാർക്കിങ്. അടുത്തത് ഏതാ നോക്കാൻ പോകുന്നത്. ഇത് ഗാഡിറ്റാനോ പൗഡറാണ്. ഗാഡിറ്റാനോ പൗഡർ ബ്ലൂ ബാറാണ്. ഗാഡിറ്റാനോ പൗഡർ നമ്മളെ ബാബുവിൻ്റെ കയ്യിൽ 2-3 ബ്രീഡിങ് പെയറുകളുണ്ട്. നല്ല അടിപൊളി ബ്രീഡിങ് പെയറുകളുണ്ട്. പിന്നെ നമ്മളിവിടെ വീട്ടിലെത്തിയ സമയം 4 മണി 5 മണി സമയമായതുകൊണ്ട് കൂടുകളിലിപ്പം കുറച്ച് ലൈറ്റ് കുറവുണ്ട്, വെളിച്ചം കുറവുണ്ട്. അപ്പോൾ ക്ലിയർ കുറച്ച് കുറവുണ്ട്. ഇപ്പം ഒന്ന് സ്റ്റിപ്പർ ആൽമണ്ടും ഒന്ന് ബ്ലാക്കുമാണ്. ഇതിൻ്റെ അപ്പുറത്ത് തക്കണ ഒരു ടൈഗറും അതുപോലെ തന്നെ ഒരു ബ്ലൂവിൽ ബാർ വരുന്നത്. അങ്ങനെ നമ്മൾ ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഉള്ളിലുള്ള കേജിൽ കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ബാബുക്കാൻ്റെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് സമയം കുറച്ച് വൈകി. ഒരു 4-5 മണി സമയത്ത് നമ്മളിവിടെ വീട്ടിലെത്തിയത്. ഉണ്ട്, അത് മുഗിയാണ്. ഒരു ബ്ലാക്ക് മുഗി, സാൻഡൽ മുഗി, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു സാറ്റിൻ്റെ ചിക്ക് കാണുന്നുണ്ട്. പിന്നെ അടുത്തത് തുറന്നു നോക്കാം നമുക്ക്. ഇതെല്ലാം അടിപൊളി ബ്ലൂ ബാറ് മുഗിയാണ്. ഇത് ബാബുക്കാൻ്റെ ബ്രീഡിങ് പെയറാണെന്നാണ് പറഞ്ഞത്. ഇപ്പം എഗ് ചെയ്ത് കിടക്കാണ്. ഇപ്പം ബ്രീഡിങ് പെയറാണ്. ഇത് സ്പ്രില്ല് എന്ന് പറയുന്ന ബേഡാണ്. ഇവിടെ ഒന്ന് ഇത് ബ്ലാക്ക് കളറാണ്. അടിയത്തെ കൂട്ടിൽ തീരെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ബ്ലാക്കും ഒന്ന് റെഡാണ്. മുട്ടിട്ട് കിടക്കാണ്. ഇതും തുറന്ന് നോക്കാം. ഇത് മുദീനയാണ്. ബ്ലാക്ക് മുദീനയാണ്. ഫുള്ള് ജെറ്റ് ബ്ലാക്ക് മുദീനയാണ്. മുട്ടിട്ട് കിടക്കുകയാണ്. ജെറ്റ് ബ്ലാക്ക് മുദീന. അതുപോലെ അടുത്ത കൂടി ഒന്ന് തുറന്നു നോക്കാം. ഇത് ബ്ലൂ ബാർ മുദീനയാണ്. ബ്രീഡിങ് പെയറാണ്. ബ്ലൂ ബാർ ബ്രീഡിങ് പെയർ മുദീനയാണ്. ഇത് ജാക്കോബിനാണ്. ജാക്കോബിൻ നല്ല അടിപൊളി ഒരു ഫീമെയിൽ സിംഗിൾ പീസാണെന്ന് പറഞ്ഞത്. നല്ല ഒറ്റ പീസാണ്. ഇപ്പോൾ ഒറ്റക്കും കിട്ടക്കാണ് ഇവിടെ ജാക്കോബിൻ്റെ. ഇനി തലക്കൊന്ന് നോക്കതില്ലേ. ഇതിവിടെ നല്ല അടിപൊളി കാബൂച്ചിനും കാണുന്നുണ്ട്. നല്ല കാണാനുള്ള രസമല്ലേ. കബൂച്ചിന് ഒരു ടൈഗറാണ്. ബ്രീഡിങ് പെയറാണ്. അതിൻ്റെ കുട്ടിയായിട്ട് ഗ്രിസിൽ കളറായിട്ട് നല്ല രസമുള്ള ഒറ്റ കുട്ടിനും കാണുന്നുണ്ട്. അപ്പുറത്ത് ഇവിടെ ജാക്കോബിന് ഇത് ബ്രീഡിങ് പെയറാണെന്നാണ് പറയുന്നത് ബാബുക്ക. റെഡ് ബ്രീഡിങ് പെയറാണ്. നല്ല ഹെയറൊക്കെ ഉണ്ട്. ഇപ്പോൾ മോൾട്ടിങ് സമയം ആയതുകൊണ്ടാണ് ഹെയറൊക്കെ കുറച്ച് കൊഴിഞ്ഞ് പോയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്തൊരു കാബൂച്ചിനെ കാണുന്നുണ്ട്. കൂടെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിൽ യെല്ലോ കളർ കബൂച്ചിനാണ്. യെല്ലോ കളർ ബ്രീഡിങ് പെയറാണ്. ബലൊപ്പം 2 ചിക്കും ഉണ്ട് ഇതിൽ. നല്ല ബാബുക്കാൻ്റെ കേജുകൾ ഫുള്ളും നല്ല ഒക്കെ മരത്തും കൊണ്ട് അടിച്ചുണ്ടാക്കിയ കേജാണ്. ബാബുവൊക്കെ സ്വന്തം അടിച്ചുണ്ടാക്കിയ കേജാണ് പറയുന്നത്.
അതേമാതിരി തന്നെ എല്ലാത്തിനും ഡോറും ഒക്കെ സെറ്റപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫുള്ള് മരവും പിന്നെ കൂടിൻ്റെ അടിയൊക്കെ നല്ല ക്ലീനിങ് ഒക്കെ നല്ല ഉഷാറാണ്. നല്ല വൃത്തിയുണ്ട് കൂട് കാണാൻ. ഇത് ഫാൻറ്റയിൽ ഒരു ആൽമണ്ടും പിന്നെ ഒരു ബ്ലാക്കിലൊരു പുള്ളിയൊക്കെ കയറിയ ഫാൻറ്റയിലാണ്. അതുപോലെ ഇതിലും ഒരു ആൽമണ്ട് ഫാൻറ്റയിലും അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബ്ലാക്കിൽ ടൈൽമ മാർക്കിങ് വരുന്നൊരു ഫാൻറ്റയിലും ഉണ്ട്. ചിക്കും ഉണ്ടായില്. ഇത് സാറ്റിനാണ്. സാറ്റിന് എഗ് ചെയ്ത് കിടക്കാണ്. ഇതൊന്ന് ഫ്ലവർ സാറ്റി, ഒന്ന് ബ്ലൂ ബാറാണ്. ബ്ലൂവിൽ ബാർ വരുന്നത് സാറ്റിനാണ്. ഇത് ഒരു ഷോ ക്വാളിറ്റി ഒരു കിങ് സിംഗിൾ പീസ് ഉണ്ട്. ഒരു ഷോ ക്വാളിറ്റി സിംഗിൾ പീസാണിത്. ഇവിടെ താഴത്ത് കുറേ ഫോസ്റ്റേഴ്സ് ആയിട്ടുള്ള ഹോമറുകളൊക്കെ കാണുന്നുണ്ട്. ഈ ഹോമറിൻ്റെ കയ്യിൽ ഒരു ചിക്ക് ഉണ്ട്. ഗാഡിറ്റാൻ്റെ ഒരു സിംഗിൾ ചിക്ക് വരെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് ഇവിടെ ഒരു ഗാഡിറ്റാൻ്റെ ഒരു സിംഗിൾ പീസും കൂടി ഉണ്ട്. അപ്പുറത്ത് ഇപ്പുറത്ത് ഓരോരോ സിംഗിളായിട്ടാണ് ഗാഡിറ്റാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മളെ ഫൈസൽ ബാബുവിൻ്റെ കുറേ ബേഡുകളെ നമ്മൾ കണ്ടത്. പിന്നെ ഇവിടെ കുറച്ച് ബേഡുകളെ കൊടുക്കാനുണ്ട്. ചിക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഗാഡിറ്റാനോ ഒരു ബ്രീഡിംഗ് പെയർ കൊടുക്കാനെന്നാണ് ഫൈസൽക്ക പറഞ്ഞത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.